ഇസ്രയേൽ-യു.എസ് സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ അയതൊള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ മധ്യപൂർവേഷ്യയിൽ അതീവ ഗുരുതരമായ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഇറാൻ മാധ്യമങ്ങളായ ഫാർസ് ന്യൂസ് ഏജൻസിയും തസ്നീം ന്യൂസ് ഏജൻസിയും ഖമനേയി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചുവെന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തുവന്നത്. പിന്നീട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സമാനമായ റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടുകൾ പ്രകാരം ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. കുടുംബാംഗങ്ങളുടെ മരണവാർത്ത സംഘർഷത്തിന്റെ തീവ്രതയെ സൂചിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. എന്നാൽ യുദ്ധസാഹചര്യങ്ങളിൽ വിവരം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാൻ സമയമെടുക്കാറുണ്ട്. അതിനാൽ സ്വതന്ത്രമായ ഉറപ്പില്ലാതെ ഈ റിപ്പോർട്ടുകൾ അന്തിമ സത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്നതാണ് വിദഗ്ധരുടെ നിലപാട്. ഇതിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ഖമനേയിയെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ നേതാക്കളിൽ ഒരാളെന്ന് വിശേഷിപ്പിച്ച് വധിച്ചതായി അവകാശപ്പെട്ടു. ഈ നടപടി ഇറാനിലെ ജനങ്ങൾക്ക് നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം കുറിച്ചു. അതുപോലെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖമനേയി ഇനി ഇല്ലെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തി. ഖമനേയിയുടെ കൊട്ടാരം തകർക്കപ്പെട്ടതായും മൃതദേഹം കണ്ടെത്തിയതായി ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ ഇതിനെ നിഷേധിക്കുന്ന നിലപാടിലാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഖമനേയിയും ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാനും സുരക്ഷിതരാണെന്ന് അവകാശപ്പെട്ടു. ഇതിനു പിന്നാലെ ഖമനേയിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതും ആശയക്കുഴപ്പത്തിനിടയാക്കി. എന്നാൽ ആ പോസ്റ്റിന്റെ യഥാർത്ഥതയും സമയപരിധിയും സംബന്ധിച്ച് വ്യക്തതയില്ല. സാധാരണയായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നേതാവ് നേരിട്ട് വീഡിയോ സന്ദേശമോ ശബ്ദ സന്ദേശമോ പുറത്തുവിടുന്നത് പതിവാണ്. അത്തരം ദൃശ്യതെളിവുകൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ലെന്നത് സംശയങ്ങൾക്കിടയാക്കുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനും സമീപ പ്രദേശങ്ങളിലുമുള്ള തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നഗരത്തിലുടനീളം ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായും അടിയന്തര സേവന വിഭാഗങ്ങളെ വിന്യസിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടായിരിക്കാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ മരണസംഖ്യയെയോ നാശനഷ്ടത്തിന്റെ വ്യാപ്തിയെയോ കുറിച്ച് സ്വതന്ത്ര സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് ഇറാന്റെ ഭരണഘടനാപരമായ ഘടനയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കും. 1989 മുതൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവായി പ്രവർത്തിച്ചിരുന്ന ഖമനേയി രാഷ്ട്രീയ സൈനിക മതപരമായ അധികാരങ്ങളുടെ കേന്ദ്രീകൃത പ്രതീകമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവം അധികാര പകർച്ച പ്രക്രിയ സജീവമാക്കുകയും ആഭ്യന്തര രാഷ്ട്രീയ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. മധ്യപൂർവേഷ്യയിലെ ഭൂരിപക്ഷം സംഘർഷങ്ങളും പ്രാദേശിക പരിധി വിട്ട് വ്യാപകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ വിവിധ രാജ്യങ്ങളിൽ സജീവമാണെന്നതുകൂടി പരിഗണിക്കുമ്പോൾ പ്രതികാര നടപടികൾ വ്യാപകമാകാൻ സാധ്യതയുണ്ട്. ഇസ്രയേലിനെയും യുഎസിനെയും നേരിട്ട് ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇതോടകം അതീവ ജാഗ്രതയിലാണ്. അന്താരാഷ്ട്ര സമൂഹവും സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. എണ്ണവിലയിൽ ഉയർച്ച, ഓഹരി വിപണിയിലെ ചാഞ്ചാല്യം, സുരക്ഷാ മുൻകരുതലുകളുടെ വർധനവ് എന്നിവ ഇതിനകം പ്രതിഫലിച്ചേക്കാമെന്ന വിലയിരുത്തലുണ്ട്. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികൾ സംഘർഷം നിയന്ത്രിക്കാൻ ഇടപെടുമോ എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒന്നാണ്: ഖമനേയി യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടോ? ഔദ്യോഗികവും വിശ്വാസ്യതയുള്ള സ്വതന്ത്ര സ്ഥിരീകരണവും ലഭിക്കുന്നതുവരെ അനിശ്ചിതത്വം തുടരും. വിവരം സത്യമായാൽ അത് മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാം. അല്ലാത്തപക്ഷം ഇത് യുദ്ധസാഹചര്യത്തിലെ തെറ്റായ വിവരപ്രചരണമാകാം. എന്തായാലും ഈ സംഭവവികാസങ്ങൾ അടുത്ത ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെയും സുരക്ഷാ സാഹചര്യത്തിന്റെയും ദിശ നിർണ്ണയിക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് മധ്യപൂർവേഷ്യ വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്.